ഹായ്, എല്ലാവർക്കും ഡിവൈൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് VFAയുടെ ബ്ലൂ പ്രിൻ്റാണ്. നമ്മുടെ VFAയുടെ സിലബസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് VFA എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അനുസരിച്ചാണ് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ടോപ്പിക്കുകൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും എന്തായാലും ഒരു 50% മുതൽ 60-70% വരെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ തരുന്ന ഈ ടോപ്പിക്കുകൾ ഒന്നും ഒഴിവാക്കാണ്ട് പഠിക്കാൻ ശ്രമിക്കുക. ആദ്യം തന്നെ നമ്മൾ കേരള ചരിത്രത്തിൽ നിന്നും തുടങ്ങാം. സിലബസിൽ ആദ്യം അതിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ കേരള ചരിത്രത്തിൽ നിന്ന് തുടങ്ങാം. ഇതിൽ തന്നെ ഒത്തിരി പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് നവോത്ഥാന നായകന്മാരാണ്. അതായത് ഇതിനു മുന്നേ ചോദിച്ച എല്ലാ എക്സാമിനും VFA ആയിക്കോട്ടെ, LDC ആയിക്കോട്ടെ, പിന്നെ ഇപ്പം നടന്ന 10th പ്രിലിംസ് ഇല്ലേ, അതിലും കൂടി നമുക്ക് കുറേ ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, നവോത്ഥാന നായകന്മാരിൽ നിന്നും. അതിലും പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ട നായകന്മാർ ആരൊക്കെയാണെന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, ഇവരൊക്കെയാണ്. ഇവരൊക്കെ ബാക്കിയുള്ളവർ ഒഴിച്ചാലും ഇവർ 3 പേരുടെ കൃതികളും ഇവരെ പറ്റിയിട്ടുള്ള ബേസ് കാര്യങ്ങൾ, എവിടെ ജനിച്ചു, അവരെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബേസായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മളൊരു ഓർഡറിൽ തന്നെ പഠിക്കാൻ നോക്കണം കേട്ടോ. രണ്ടാമത് ടോപ്പിക് എന്ന് പറയുന്നത് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനമാണ്. ഇത് SCERT നോക്കി തന്നെ പഠിക്കണം. കാരണം കുറേ പ്രസ്ഥാനങ്ങളും എവിടെ വെച്ചിട്ടാണ് നടന്നത്, ഏത് വർഷത്തിലാണ് നടന്നത് എന്നും ഉള്ള കുറേ കാര്യങ്ങൾ SCERT കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് SCERT നോക്കി ഓരോ സെൻറ്റൻസും വായിച്ച് കറക്റ്റായിട്ട് ഇത് പഠിച്ചു പോകണം. അങ്ങനെയുള്ള ഒരു ടോപ്പിക്കാണിത്. ഇതിലൊരു വർഷങ്ങളാണ് കൂടുതൽ ഇതിൽ ചോദിക്കാറുള്ളത്. വർഷങ്ങളും പിന്നെ എവിടെ വെച്ച് നടന്നു, ആരാണ് നേതൃത്വം നൽകിയത്, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ SCERT വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, ഏത് ചാപ്റ്ററാണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പം SCERT നോക്കി ഈ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കാൻ നോക്കണം. കേരള ചരിത്രത്തിൽ 3ാമത് പോയിൻ്റ് എന്ന് പറയുന്നത് തിരുവിതാംകൂർ ചരിത്രമാണ്. അതിൽ തന്നെ മാർത്താണ്ഡവർമ്മ, സ്വാതി തിരുനാൾ, ധർമ്മരാജ, ശ്രീമൂലം തിരുനാൾ, ഇവരൊക്കെ പറ്റിയിട്ട് നമ്മൾ നല്ലോണം നോക്കണം. ഇവരൊക്കെ എപ്പോഴും എക്സാമിൽ ചോദിക്കുന്നവരാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ഭാഗവും കൂടിയാണ്. അപ്പം ഈ 3 ടോപ്പിക്സാണ് കേരള ചരിത്രത്തിൽ ഉൾപ്പെടുന്നത്. അടുത്തതായിട്ട് ഇന്ത്യൻ ചരിത്രത്തിൽ നമുക്ക് നോക്കാവുന്ന ടോപ്പിക്ക് ആദ്യം തന്നെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. രണ്ടാമത്തെ ടോപ്പിക്ക് ANC രൂപീകരണവും അതിലെ പ്രധാന സമ്മേളനങ്ങളും പിന്നെ സ്വദേശി പ്രസ്ഥാനവും കൂടിയാണ്. ഇത് രണ്ടാമത്തെ ടോപ്പിക്ക്. മൂന്നാമത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരവും ഗാന്ധിജിയും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. മൂന്നാമത് പറഞ്ഞത് സ്വാതന്ത്ര്യ സമരവും ഗാന്ധിജിയും. SCERTയിൽ നിന്ന് തന്നെ നിങ്ങൾ പഠിക്കാൻ നോക്കുക. അടുത്തതായിട്ട് ലോക ചരിത്രമാണ്. ഇതിൽ തന്നെ ഫ്രഞ്ച് വിപ്ലവം വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. കാരണം ഫ്രഞ്ച് വിപ്ലവം ഇല്ലാത്ത ചോദ്യപേപ്പർ എവിടെയും നമുക്ക് കാണാൻ പറ്റത്തില്ല. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, വരുന്ന VFAയിലും LDCക്കും ഈ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നും എന്തായാലും ചോദ്യങ്ങൾ ഉറപ്പാണ്. 99% ഉറപ്പാണ്. നിങ്ങൾ ഇത് നല്ലോണം പഠിക്കാൻ നോക്കുക. ലോക ചരിത്രത്തിൽ രണ്ടാമത് ടോപ്പിക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. മൂന്നാമത് ടോപ്പിക്ക് UNOയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും ആണ്. അപ്പം ലോക ചരിത്രത്തിൽ ഈ 3 ടോപ്പിക്കുകൾ നിങ്ങൾ മസ്റ്റായിട്ട് നോക്കിയിരിക്കണം. പിന്നെ ഭൂമിശാസ്ത്രമാണ് നോക്കാനുള്ളത്. ഭൂമിശാസ്ത്രത്തിൽ ഭൂമിയുടെ ഘടന അത് നല്ലോണം നോക്കുക. ഭൂമിയുടെ ഉപരിതലം, ഭൂമിയുടെ അന്തരീക്ഷം, താപനില, ഇതൊക്കെ നോക്കണം. പിന്നെ പാറകൾ, കാറ്റുകൾ, ഇതൊക്കെ നോക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളാണ്. അത് SCERTയിലുള്ള ഇതിനെ ബേസ് ചെയ്തിട്ടാണ് PSC ചോദിക്കുന്നത്. അതുകൊണ്ട് SCERT നോക്കി തന്നെ നിങ്ങൾ പഠിക്കാൻ നോക്കുക കേട്ടോ. ഇതിൻ്റെ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ തരുന്നതായിരിക്കും. ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളാണ്. പിന്നെ ഉത്തരപർവ്വത മേഖല, അതായത് ഹിമാലയത്തിനെ കുറിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇത് എപ്പോഴും റിപ്പീറ്റഡ് ആണ്. അതുകൊണ്ട് ഇതും SCERT നോക്കി തന്നെ നിങ്ങൾ പഠിക്കുക.
ICAT നല്ല നല്ല പോയിൻറ്റ്സാണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ജോഗ്രഫിയിലെ ഒരു ഭാഗമാണ് ഈ ടോപ്പിക് എന്ന് പറയുന്നത്. അതുകൊണ്ട് SCERT നോക്കി തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ. പിന്നെ ഉപദ്വീപീയ പീഠഭൂമി, ഇപ്പം ഞാൻ അവസാനം പറഞ്ഞ ഈ 3 ടോപ്പിക്കില്ലേ, ഇത് 3ഉം ഒറ്റ 9ാം ക്ലാസ്സിലെ പുതിയ SCERTയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 9ാം ക്ലാസ്സിലെ SCERT നോക്കി തന്നെ പഠിക്കണം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ക്ലാസ്സായിട്ട് ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ ഇന്ത്യയിലെ നദികൾ, കേരളത്തിലെ നദികൾ, കേരളത്തിലെ കായലുകൾ, ജലവൈദ്യുത പദ്ധതികൾ, പിന്നെ കേരളത്തിലെ കാലാവസ്ഥ. ഇന്ത്യയിലെ പ്രത്യേകിച്ച് വേണ്ട, കേരളത്തിലെ കാലാവസ്ഥ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. അടുത്തതായിട്ട് ധനതത്വശാസ്ത്രമാണ്. ഇതിൽ തന്നെ നീതി ആയോഗ്, പ്ലാനിംഗ് കമ്മീഷൻ, പഞ്ചവത്സര പദ്ധതികൾ, ഈ 3ഉം പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. പിന്നെ ധനകാര്യ സ്ഥാപനങ്ങൾ നോക്കണം. പിന്നെ ഇതിനകത്ത് തന്നെ ഹരിത വിപ്ലവം കൂടി നിങ്ങൾ നോക്കുക. അപ്പം എക്കണോമിക്സ് ഈ 5 ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും അവിടെ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യൻ ആമുഖം, പൗരത്വം, മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, ഭരണഘടനാ നിർമ്മാണ സമിതി, ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ, ഭരണഘടനാ സ്ഥാപനങ്ങളും ചുമതലകളും. അപ്പം കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് നോക്കേണ്ട ഭാഗങ്ങളാണിത്. ഇതിൽ ഒന്നും മാറ്റിവെക്കാനുള്ള ടോപ്പിക്കല്ല, എല്ലാം കൂടി നിങ്ങൾ പഠിച്ചിരിക്കണം. എവിടെ നിന്ന് ചോദിക്കുമെന്ന് അറിയത്തില്ല, പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഭാഗം തന്നെയാണ്. പിന്നെ ഭരണവും ഭരണ സംവിധാനവും എന്ന ടോപ്പിക്കിൽ നിന്നും കമ്മീഷൻസിനെ കുറിച്ചിട്ട് നമ്മൾ എന്തായാലും നോക്കിയിരിക്കണം. സംസ്ഥാന സിവിൽ സർവീസ്, പിന്നെ കേരള പബ്ലിക് സർവീസ്, പിന്നെ വിവിധ കമ്മീഷനുകളെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ SCERT നോക്കി വേണം പഠിക്കാൻ. പിന്നെ ഭരണഘടനാ സ്ഥാപനങ്ങൾ, പിന്നെ സാമൂഹ്യക്ഷേമ പദ്ധതികളും തൊഴിൽ പദ്ധതികളും. ഇതിനകത്ത് ഈ 4-5 ടോപ്പിക്കിൽ നിന്നും തന്നെ അവർ എന്തായാലും ചോദിക്കുന്നതാണ്. പിന്നെ സയൻസിലോട്ട് പോയി കഴിഞ്ഞാൽ ജീവശാസ്ത്രത്തിൽ തന്നെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്. ഇതിൽ നിങ്ങൾ രക്തം, തലച്ചോറ്, വൃക്ക, കരൾ, ദഹന വ്യവസ്ഥ എന്നിവയ്ക്കാണ് പ്രാധാന്യം. ഇതിലൊട്ടും ഒഴിവാക്കരുത്. ഇതിൽ ഞാൻ പറഞ്ഞിപ്പോൾ എല്ലാ ടോപ്പിക്കിലും എല്ലാം കൂടി നോക്കിയിട്ട് പോവാം. പിന്നെ ഇതിൽ തന്നെ 2ാമത് ടോപ്പിക്കാണ് ജീവിത ശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ 3ാമത് ടോപ്പിക്കാണ് ജീവകങ്ങളും അതിൻ്റെ അപര്യാപ്തത രോഗങ്ങളും. ജീവകങ്ങൾ പഠിക്കാൻ എളുപ്പമാണ്, അതും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ രോഗങ്ങളും രോഗകാരികളും നോക്കണം. ഓക്കെ, ഇതിൽ തന്നെ ഇതൊക്കെ തന്നെ പഠിച്ചാൽ മതി. പിന്നെ ഭൗതിക ശാസ്ത്രമാണ്. ഇതിൽ യൂണിറ്റ്, പ്രകാശം, പിന്നെ താപം, ഇത് 3നാണ് പ്രാധാന്യം. ഏതൊക്കെ ഒഴിച്ചാലും ഇത് 3എണ്ണം ഒഴിക്കാൻ പാടില്ല. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെയാണ് ISRO കൊടുത്തേക്കുന്നത്. അതിൽ നിന്നും ചോദിക്കാതെ ക്വസ്റ്റ്യൻ പേപ്പർ കടന്നു പോകത്തില്ല. അതുകൊണ്ട് ISROയും 25ലെയും 2025ലെയും 26ലെയും വിക്ഷേപണങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിരിക്കണം. വിക്ഷേപണത്തിൻ്റെ പേര്, പിന്നെ അതിൻ്റെ ഏത് വാഹനമാണ്, അങ്ങനെ കുറേ ഡീറ്റെയിലായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. ഇതായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ് രസതന്ത്രം. രസതന്ത്രത്തിൽ ആറ്റത്തിൻ്റെ ഘടനയും, പിന്നെ ലോഹങ്ങൾ, അലോഹങ്ങൾ, ആവർത്തന പട്ടിക നിങ്ങൾ നോക്കിയിരിക്കണം. പിന്നെ ആസിഡും ആൽക്കലിയും, പിന്നെ pH മൂല്യം. ഇത്രയുമാണ് രസതന്ത്രത്തിൽ നോക്കാനുള്ളത്. പിന്നെ വരുന്ന ടോപ്പിക് കലയിൽ തന്നെ ജ്ഞാനപീഠം നേടിയ മലയാളികൾ, ആദ്യ കൃതികളും അതിൻ്റെ കർത്താക്കളും, വരികളും എഴുത്തുകാരും, പിന്നെ തൂലികാനാമങ്ങളും അപരനാമങ്ങളും. ഇതാണ് കലയിൽ നമ്മൾ നോക്കേണ്ടത്. പിന്നെ സ്പോർട്സ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒളിമ്പിക്സ് ചോദിക്കും. ചിലപ്പോൾ അത് കേരളമാവാം, ചിലപ്പോൾ ഇന്ത്യ ആവാം. അതെങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. കറണ്ട് അഫെയർ ആയിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ കേരളത്തിനെ ബേസ് ചെയ്തിട്ട് ഉള്ള കലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളുമായി ഇരിക്കാം. അതുകൊണ്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും തന്നെ ഡിഫറൻ്റാക്കി നിങ്ങൾ പഠിക്കാൻ നോക്കാം. പിന്നെ കായിക ഇനങ്ങൾ, ട്രോഫികൾ, കളിക്കാരുടെ എണ്ണം, ഇതൊക്കെ നോക്കണം. പിന്നെ സാഹിത്യത്തിനെ ബേസ് ചെയ്തിട്ട് മലയാള സിനിമ സാഹിത്യ പുരസ്കാരങ്ങൾ 2025, 26, 24 ഈ 3 വർഷത്തിലുള്ളത് നോക്കിയിരിക്കണം. പ്രധാന ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, മലയാള പത്രപ്രവർത്തനം, ഇതൊക്കെയാണ് ഈ അവസാനം ഇരിക്കുന്ന സംസ്കാരം എന്ന ടോപ്പിക്കിൽ നോക്കാനുള്ള ടോപ്പിക്കുകൾ. പിന്നെ അടുത്തതായിട്ട് കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടറിൽ തന്നെ ഹാർഡ്വെയർ,
സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇത് മൂന്നും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. പിന്നെ വരുന്ന ടോപ്പിക്കാണ് സുപ്രധാന നിയമങ്ങളെന്ന് പറയുന്നത്. ഇതിൽ പോക്സോ ആക്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം അതും, പിന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, RTI അതും പഠിക്കണം. ഇത് രണ്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. പിന്നെ SC/ST കമ്മീഷൻ്റെയും കൂടി നോക്കണം. ഈ മൂന്നെണ്ണം പഠിച്ചാൽ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത ടോപ്പിക്ക് ആനുകാലിക വിഷയങ്ങളെക്കുറിച്ചിട്ടാണ്. ആനുകാലികത്തിൽ തന്നെ ഇപ്പം നടന്ന ഇലക്ഷനെ പറ്റിയിട്ട് എന്തായാലും ചോദിക്കും. അത് ഇന്ത്യയിലെയും ചോദിക്കും, പിന്നെ കേരള നിയമസഭയെ കുറിച്ചിട്ടും ചോദിക്കും. പിന്നെ കായിക രംഗം ഇന്ത്യയിലെയും കേരളത്തിലെയും, പിന്നെ പ്രധാനപ്പെട്ട അവാർഡുകൾ, പത്മ പുരസ്കാരം. പിന്നെ അവാർഡ് പഠിക്കുമ്പോൾ നമ്മൾ സാഹിത്യം, സ്പോർട്സ്, സിനിമ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം പഠിക്കാൻ. പിന്നെ സുപ്രധാന പദവികളും നിയമങ്ങളും, പിന്നെ കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട പദ്ധതികൾ, നൊബേൽ പ്രൈസ്, വിവിധ കമ്മീഷനുകൾ, കമ്മീഷൻ്റെ അധ്യക്ഷന്മാർ, ശാസ്ത്ര സാങ്കേതിക മേഖല, അതിൽ തന്നെ ISRO, DRDO, ദിനാചരണം, തീയതി അങ്ങനെയൊക്കെ ചോദിക്കും. പിന്നെ ഏതെങ്കിലും ഡേറ്റ് കൊടുത്തിട്ട് ഇതിൻ്റെ തീം ഏതായിരുന്നു, ഈ വർഷത്തിൻ്റെ തീം ഏതായിരുന്നു എന്നൊക്കെ ചോദിക്കും. പിന്നെ വിവിധ ഉച്ചകോടികൾ, പിന്നെ ബഡ്ജറ്റും, കേരളത്തിലെ ബഡ്ജറ്റ്, ഇന്ത്യയിലെ വേണ്ട കേരളത്തിലെ ബഡ്ജറ്റും സാമ്പത്തിക സൂചികകൾ, ഇതും കൂടി നമ്മൾ നോക്കുക.